ഇതൊക്കെ നിങ്ങളെപ്പോലുള്ള അന്വേഷണാത്മക ബാന്ധവ്യ പ്രവർത്തകർ പരിശോധിക്കേണ്ട കാര്യമാണ്. ഇന്നത്തെ ദിവസം വേറെ ജോലിയൊന്നുമില്ലല്ലോ, ഇതിൻ്റെ പുറകെ പോകും. എന്നാൽ ധൈര്യമായിട്ട് ഇറങ്ങിത്തിരിക്കും. ചില ക്ലൂ ഒക്കെ ഉള്ള പോലെ തോന്നുന്നുണ്ട് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്. ലോഡർ ക്വസ്റ്റാണത്, എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു സംഭവം അല്ല. പ്രത്യേകിച്ച് ഇപ്പോ പുതിയ മുഖ്യമന്ത്രി അദാനിയുമായി ചില രഹസ്യ ബന്ധങ്ങളൊക്കെ ഉണ്ടെന്നുള്ള അഭ്യൂഹം ഉണ്ടായിരുന്നു. അതിനിടെയാണല്ലോ ഇങ്ങനെ ഒരു പരാമർശവും വിവാദമൊക്കെ വരുന്നത്. അതുകൊണ്ടാണ് ചോദിച്ചത്. നിങ്ങളുടെ ചാനലിൽ ഞാൻ വാർത്ത കൊണ്ടു, അദ്ദേഹം പ്രത്യേക വിമാനത്തിൽ എങ്ങോട്ടോ പോയെന്നോ, ബാംഗ്ലൂരേക്കോ മംഗലാപുരത്തേക്കൊക്കെ പോയെന്നോ, അവിടെ അദാനിയുടെ പ്രതിനിധികളെ കണ്ടു എന്നൊക്കെയുള്ള വാർത്തകൾ മാധ്യമങ്ങളിൽ കണ്ടു. ഈ ഇടതുനയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് എന്നുള്ളൊരു കാര്യമാണ് പ്രേമേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല അദാനി ഉൾപ്പെടെയുള്ള അവരുടെ സഹായത്തിലാണ് ഇക്കാര്യങ്ങൾ വരുന്നത് എന്നുള്ളൊരു കാര്യം അദ്ദേഹം പറയുകയും ചെയ്തു എന്ന് പറഞ്ഞു. പ്രേമേന്ദ്രൻ അങ്ങനെ പറഞ്ഞ അപ്പോൾ യോഗത്തിൽ നടന്ന കാര്യങ്ങളെല്ലാം പ്രേമേന്ദ്രൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തന്നാ എന്താ പറഞ്ഞേ? ഇടതുമായി ബന്ധപ്പെട്ടിട്ട് ഇടതുപക്ഷത്ത് നഷ്ടപ്പെട്ടു എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു എന്ന് പ്രേമേന്ദ്രൻ പറഞ്ഞു. യഥാർത്ഥത്തിൽ ഈ യോഗത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ പുറത്ത് പറയാൻ പാടില്ലാത്തതാണ്. പക്ഷേ പ്രേമേന്ദ്രൻ അത് പറഞ്ഞുകൊണ്ടാണെന്നറിയില്ല, ഇന്ന് ചില പത്രങ്ങളിൽ ചില വാർത്ത വന്നിട്ടുണ്ട്. ഇന്ന് ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഈ വാർത്ത വന്നു. പക്ഷെ ആ വാർത്ത അപൂർണമാണ്. അദ്ദേഹം ഇങ്ങനെ ഇടതുപക്ഷം ഈസ് നോ മോർ ഇടതുപക്ഷമല്ല എന്ന ഒരു ആരോപണം കേരളത്തിൽ വന്ന് നടത്തി. അത് ശരിയായില്ല എന്ന് ഡി രാജ പറഞ്ഞപ്പോൾ അങ്ങനെ പറയാൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ വസ്തുതകളുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇതാണ് ഇന്ന് പത്രത്തിൽ വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ പ്രേമേന്ദ്രൻ പറഞ്ഞു കൊടുത്തിട്ടായിരുന്നു എനിക്കറിയില്ല, പത്രത്തിൽ വന്നു. പക്ഷേ അത് പൂർണ്ണമാകുന്നില്ല. യഥാർത്ഥത്തിൽ അങ്ങനെ അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളുടെ കയ്യിൽ എന്ത് ഫാക്ട്സാണുള്ളത്? ആ വസ്തുത പറയാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കേരളത്തിലേക്ക് അദാനിയെ കൊണ്ടുവന്നത് ഇടതുപക്ഷമാണ്, അതുകൊണ്ടാണ് ഇടതുപക്ഷത്വം ഇല്ലാതെ പോയത് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, മറ്റുള്ളവരൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഫാക്ട്സ് റോങ് ആണ്. അദാനിയെ കേരളത്തിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവന്നത് ഉമ്മൻചാണ്ടി സർക്കാരാണ്, UDF സർക്കാരാണ്. അതേക്കുറിച്ച് ഒരു CAG റിപ്പോർട്ട് തന്നെയുണ്ട്, അതും വേണമെങ്കിൽ വായിച്ചു നോക്കിക്കോളാൻ പറഞ്ഞു. ഇതാണ് യഥാർത്ഥത്തിൽ അവിടെ നടന്നത്. അവിടെ നടന്ന കാര്യങ്ങൾ ഞാൻ പറയാൻ പാടില്ലാത്തതാണ്. പക്ഷേ എന്നെ പറയാൻ പ്രചോദിപ്പിക്കുകയും ചെയ്തുകൊണ്ട് മാത്രമാണ് ഇത്രയും കാര്യങ്ങൾ. സമ്പന്നർക്ക് വേണ്ടി ഇടതുപക്ഷം കഴിഞ്ഞ സർക്കാർ നിലപാട് മാറ്റിയെന്നുള്ളത് അല്ല, അദ്ദേഹം അവിടെ നടത്തിയിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത് അദാനിയെ കേരളത്തിലേക്ക് കൊണ്ടുവന്നതാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ഫാക്ട്. ആ ഫാക്ട് തന്നെ തെറ്റാണ്. പിന്നെ വേറൊരു കാര്യം, കോൺഗ്രസ് ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് അദാനിയെ കൊണ്ടുപോയോ ഇല്ലോ എന്നുള്ള കാര്യം അദ്ദേഹം പരിശോധിക്കണം. ഛത്തീസ്ഗഡിൽ ഭൂപേഷ് ബേഗിൽ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അശോക് ഗെഹ്ലോട്ട് രാജസ്ഥാനിൽ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, എന്തിനേറെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തോഴനായ രേവന്ത് റെഡ്ഡി ഭരിക്കുന്ന തെലങ്കാനയിലേക്ക് ഡേറ്റാ സെന്ററും മറ്റും ആരംഭിക്കാൻ വേണ്ടി അദാനിയെ സവിശേഷമായി വിളിച്ചുകൊണ്ടുപോയി. പിന്നെ രേവന്ത് റെഡ്ഡി പിന്നെ ഒരു കോൺഗ്രസ്സുകാരനാണെന്നുള്ള കാര്യത്തിൽ അവർക്ക് സംശയമുണ്ട്, രേവന്ത് റെഡ്ഡിക്ക് സംശയമുണ്ട്. അതുകൊണ്ടാണല്ലോ രേവന്ത് റെഡ്ഡി ഹിറ്റ്ലറുടെ ആരാധകനാണെന്നൊക്കെ പറഞ്ഞത്. അദ്ദേഹം ഇപ്പോഴും RSSകാരനാണെന്ന് പറഞ്ഞ് മീനിനടിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരു എക്സെപ്ഷൻ കൊടുക്കാം ഈ അദാനിയുടെ കാര്യത്തിൽ. പക്ഷെ മറ്റ് കോൺഗ്രസ് ഗവൺമെൻറ്റുകൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് നോക്കുക. കേരളത്തിലേക്ക് അദാനിയെ വിളിച്ചുകൊണ്ട് വന്നത് ആരാണ്? 29,000 കോടി രൂപയുടെ അധിക ആനുകൂല്യം ഈ കരാറിലൂടെ അദാനിക്ക് ലഭിച്ചു എന്ന് റിപ്പോർട്ട് ചെയ്തത് കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലാണ്, ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ തീരുമാനത്തെ മുൻനിർത്തി. അത് പിന്നെ അങ്ങനെ ഒരു വിഷയം ഉന്നയിക്കാനുള്ള അത് ഫീഡ് ചെയ്ത് കൊടുത്തത് എന്തിനാവും സാറേ? ആര് ഫീഡ് ചെയ്ത് കൊടുക്കുക? അല്ല, ഇനി അങ്ങനെ ഒരു കാര്യം രാഹുൽ ഗാന്ധി പറയണമെങ്കിൽ, രാഹുൽ ഗാന്ധി ഈ അദാനിയുടെ പേര് അവിടെ പരാമർശിക്കണമെങ്കിൽ അതിലെന്തെങ്കിലും രാഷ്ട്രീയ ദുരൂഹതയുണ്ടോ, പ്രഹേളികയുണ്ടോ, ആരെങ്കിലും അദ്ദേഹത്തെ അത് പറയാൻ പ്രേരിപ്പിച്ചോ? ഇതൊക്കെ നിങ്ങളെപ്പോലുള്ള അന്വേഷണാത്മക ബാന്ധവ്യ പ്രവർത്തകർ പരിശോധിക്കേണ്ട കാര്യമാണ്. ഇന്നത്തെ ദിവസം വേറെ ജോലിയൊന്നുമില്ലല്ലോ, ഇതിൻ്റെ പുറകെ പോകും. എന്നാൽ ധൈര്യമായിട്ട് ഇറങ്ങിത്തിരിക്കും. ചില ക്ലൂ ഒക്കെ ഉള്ള പോലെ തോന്നുന്നുണ്ട് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്. ലോഡർ ക്വസ്റ്റാണത്, എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു സംഭവം അല്ല. പ്രത്യേകിച്ച് ഇപ്പോ പുതിയ മുഖ്യമന്ത്രി അദാനിയുമായി ചില രഹസ്യ ബന്ധങ്ങളൊക്കെ ഉണ്ടെന്നുള്ള അഭ്യൂഹം ഉണ്ടായിരുന്നു. അതിനിടെയാണല്ലോ ഇങ്ങനെ ഒരു പരാമർശവും വിവാദമൊക്കെ വരുന്നത്. അതുകൊണ്ടാണ് ചോദിച്ചത്. നിങ്ങളുടെ ചാനലിൽ ഞാൻ വാർത്ത കൊണ്ടു, അദ്ദേഹം പ്രത്യേക വിമാനത്തിൽ എങ്ങോട്ടോ പോയെന്നോ, ബാംഗ്ലൂരേക്കോ മംഗലാപുരത്തേക്കൊക്കെ പോയെന്നോ, അവിടെ അദാനിയുടെ പ്രതിനിധികളെ കണ്ടു എന്നൊക്കെയുള്ള വാർത്തകൾ മാധ്യമങ്ങളിൽ കണ്ടു. അതിനപ്പുറം ഞാൻ അന്വേഷിച്ച് പോയിട്ടില്ല. എന്നാ കാരണം എന്താ വെച്ചാൽ അദ്ദേഹം അതേക്കുറിച്ച് വ്യക്തമാക്കേണ്ട സമയമായിട്ടുണ്ട്. എന്നാ കാരണം വെച്ചാൽ പ്രത്യേകിച്ച് ഇന്ത്യ അലയൻസ് യോഗത്തിൽ രാഹുൽ ഗാന്ധി തന്നെ ഇടതുപക്ഷത്തെ ചോദ്യം ചെയ്യാൻ വേണ്ടി അദാനിയെ ഉപയോഗിച്ചതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇനി
അദ്ദേഹത്തിന്റെ ദൗത്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ പ്രത്യേക വിമാനത്തിലുള്ള പറക്കലിനെ കുറിച്ച് കൂടി വിശദമാക്കേണ്ടി വരും. അതല്ലെങ്കിൽ അദ്ദേഹം വിശദമാക്കണമെന്ന് ചില കോൺഗ്രസ് നേതാക്കൾ ആഗ്രഹിക്കുന്നുണ്ട്. ആ ആഗ്രഹത്തിന്റെ പശ്ചാത്തലത്തിലായിരിക്കുമല്ലോ ഇങ്ങനൊരു ചോദ്യം എന്നോട് ചോദിച്ചത്.